ഫൈബർ ഫിഷ് ടാങ്ക് നമ്മുടെ അച്ചിയിൽ നിന്ന് ഊരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനുൾപ്പെടെ നമ്മൾ ഊരിയെടുക്കുകയാണ്. പല നിറത്തിലും അതേപോലെ തന്നെ പല ക്വാളിറ്റിയിലുമുള്ള നമ്മുടെ ഫൈബർ ഫിഷ് ടാങ്ക് താണ്ട് അച്ചിയിൽ നിന്ന് എടുത്ത് മാറ്റുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വീണ്ടും കിടില ഒരു എമറാൾഡിൻ്റെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. എമറാൾഡ് എന്ന് പറഞ്ഞാൽ അതാണ് നിൽക്കുന്നത് ഡാനിയാണ് എമറാൾഡ്. അപ്പം നമ്മളിപ്പോൾ എന്തുവാ ചെയ്തത്? എന്തോ ഫിഷ് ടാങ്കാണത്. ഫിഷ് ടാങ്കാണ്, ഫൈബറിൻ്റെ ഈ കാണുന്ന മോൾഡാണ്. ഇത് മോൾഡാണല്ലേ? അപ്പോൾ ഈ ഒരു മോൾഡിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫൈബർ ഫിഷ് ടാങ്ക് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മോൾഡാണ്, അതായത് നമ്മുടെ അച്ചെന്ന് പറയും. ആ ഒരു അച്ചാണ് ഈ സാധനം. ഈ ഒരു അച്ചിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പല കളറിൽ നീല, പച്ച, ചുവപ്പ്, നിങ്ങൾക്ക് ഏത് കളർ വേണോ ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരും. വീട്ടിലൊക്കെ അലങ്കാര മത്സ്യങ്ങളെ വളർത്താനുള്ള കിടിലം ഫൈബറിൻ്റെ ടാങ്കാണ് നമ്മളിപ്പോൾ അച്ചിയിൽ നിന്ന് എടുത്തു വെച്ചത് കണ്ടത്. അപ്പം നമുക്ക് എന്തൊക്കെ മാനുഫാക്ചറിങ് ഇവിടെ ഇവിടെയുള്ളത് ഫിഷ് ടാങ്ക് ഉണ്ട്, ബയോഗ്യാസിന്റെ പ്ലാന്റ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതാ ഈ ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ബയോഗ്യാസിൻ്റെ പ്ലാന്റിൻ്റെ ഫാക്ടറിയാണ്. ഇതാണ്ടെ ബയോഗ്യാസിൻ്റെ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്ത സ്ഥലം ആലപ്പുഴ അരൂരുള്ള ബയോഗ്യാസിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഫൈബർ ഫിഷ് ടാങ്കിൻ്റെ ഫാക്ടറിയിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ റിവ്യൂസും ഈ ഫൈബർ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ബയോഗ്യാസിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഫിഷ് ടാങ്കുകളാണ്. അപ്പോൾ നമുക്ക് പല ആകൃതിയിലുണ്ടോ ബ്രോ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉള്ളത് നീളം വന്നിട്ട് 6 അടി വരും, 3 അടി വീതി വരും. ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ മുതൽ ഇവിടം വരെ ഹൈറ്റ് ഉണ്ട് അല്ലേ? അതെ, നമുക്കിതിപ്പോൾ കസ്റ്റമൈസ്ഡ് ആണ്. ഇതിപ്പോൾ ഹൈറ്റ് കുറവാണ്, 1 അടിയേ ഉള്ളൂ, കൂട്ടുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അതാണ്ട് ആ മോൾഡി ചെയ്ത് വെച്ചിരിക്കുന്ന അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കാം. അത് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബ്രോ ഒന്ന് പറഞ്ഞു തരാമോ? എല്ലാവരുടെയും വിചാരം ഈ ഫൈബറൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക് ഉരുക്കി ഉണ്ടാക്കുന്നതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത്രയും കട്ടിയുള്ള ഫൈബർ ഇത്രയും കട്ടിയുള്ള ഫൈബർ ഉണ്ടാക്കുന്നതാ ഈ തിൻ ലെയർ ഫൈബർ ഷീറ്റ് വെച്ചിട്ടാണെന്ന് വിചാരിച്ചാരെങ്കിലും വിശ്വസിക്കുമോ? ഇതാണ് നമ്മുടെ ഫൈബറിൻ്റെ ഷീറ്റ്. ഈ ഷീറ്റ് ഇട്ടാണ് നമ്മുടെ ഈ ഫൈബർ, പ്ലാസ്റ്റിക് അല്ല ഈ സാധനം, ഈ ഫൈബർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ആ രീതി ഒന്ന് പറഞ്ഞു തരാം, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഉണ്ടല്ലോ, മോൾഡിൽ വാക്സ് ഇട്ടിട്ട് കളർ അടിക്കും. ഈ കാണുന്ന മോൾഡാണ്, ഇതെല്ലാം മോൾഡുകളാണ്. ഈ മോൾഡിൽ ആദ്യം വാക്സ് ഇടും, പോളിഷ് വിട്ടു പോരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജെൽ കോട്ട് അപ്ലൈ ചെയ്യും. കളർ ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാൻ പറ്റും. വൈറ്റോ റെഡോ ബ്ലൂവോ ഏതോ ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞിട്ട് 2 കോട്ടിങ് അടിക്കും. ഫസ്റ്റ് അടിച്ച് ഉണങ്ങിയിട്ട് സെക്കൻഡ് കോട്ടിങ് അടിച്ച ശേഷം ഈ മാറ്റ് ഉപയോഗിക്കുന്നു. ഈ മാറ്റ് നമ്മൾ എത്ര ലെയർ ഒട്ടിക്കും? 2 ഒടിക്കുള്ളൂ. ചെറുതാകുമ്പോൾ 2 മതി, വലുതാകും തോറും കൂടും. നമ്മുടെ ബയോഗ്യാസിനൊക്കെ ആണെങ്കിൽ 3 വേണം. 3 ലെയർ വരും. അതായത് ഈ ഉണ്ടല്ലോ, നമ്മൾ ഇത് പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അച്ചിനകത്ത് ഞാൻ ജസ്റ്റ് പറയുന്നതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കോളൂ. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ ജെൽ കോട്ട് അടിക്കും അല്ലേ? വാക്സ് ഇട്ടിട്ട് ജെൽ കോട്ട് അടിക്കും. ജെൽ കോട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ് ചെയ്യും. ആ കളർ തന്നെയാണ് അല്ലേ? ആ ജെൽ കോട്ട് കളർ തന്നെയാണ്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫൈബർ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും, പശ വെച്ച് ഒട്ടിക്കും ഇല്ലേ? അതേപോലെ തന്നെ ഇങ്ങനെ പല പീസുകളുണ്ട്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പീസ് ഇട്ട് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു ഗം തേച്ച് പശ എന്നങ്ങ് പറയാമല്ലേ? പശ എന്നല്ല, എന്താ റെസിന? ഓക്കെ, പശ ഇട്ട് തേച്ചതിന് ശേഷം ഇത് വീണ്ടും ഒരു മാറ്റും കൂടെ ഒരു വട്ടം കൂടെ വിരിക്കും അല്ലേ? ഈ ഭാഗത്ത് എക്സ്ട്രാ മാറ്റ് ഉണ്ടാവും, എക്സ്ട്രാ ലെയർ ഉണ്ടാവും. അപ്പം ഈ ഒരു ആകൃതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഇവിടെ മാറ്റ്, പിന്നെ ഈ ഒരു ഷീറ്റ് ഒട്ടിക്കും. ഇത് എത്ര 3 ഷീറ്റ് ഒട്ടിക്കുമോ? 2 എണ്ണം ഒട്ടിക്കുമ്പോൾ അത്രയും കട്ടി കിട്ടും. ഇത്രയും കട്ടി കിട്ടും. അതാ നിങ്ങളൊന്ന് നോക്കിയേ. 2 എണ്ണം ഒട്ടിക്കുമ്പോൾ ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കട്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇത് പൊട്ടത്തെ എടുക്കത്തെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിൽ ഇല്ല. വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. കോട്ടിംഗ് അടിക്കാണ്ട്, പെയിന്റ് അടിക്കാണ്ട്, കളർ അടിക്കാണ്ട്, അകത്ത് ഓടിക്കും. നിങ്ങൾ കണ്ടോ? ആ ഒരു ഫൈബർ ഒട്ടിച്ച ഫൈബറാണ് ഇത്. വെറും 2 ഷീറ്റ് ഒട്ടിക്കുമ്പോഴാണ് ഇത്രയും തിക്നെസ് കിട്ടുന്നത് അല്ലേ? നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടൊക്കെ നോക്കാം, ഫീൽ ചെയ്ത് നോക്കാം. നല്ല കട്ടിയുള്ള നല്ല കിടിലം വെൽ ക്വാളിറ്റി ഫൈബറാണ്. ഇതൊക്കെ എത്ര കൊല്ലം വാറണ്ടി ചെയ്യാൻ പറ്റും? 5 വർഷം വാറണ്ടി. 5 വർഷം വാറണ്ടി ഉണ്ട്. തിരിച്ചിട്ടോ ബ്രോ എന്നാ. അതുകൊണ്ട് ആ ഫൈബറിൻ്റെ ആ നാരൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇത് 2 അതുകൊണ്ട് അവിടെ ചേച്ചിമാർ ഒട്ടിക്കുന്നുണ്ടോ? ഇതുപോലെ 2 പ്രാവശ്യം മാറ്റ് ഇട്ട് ഈ ഒരു മാറ്റ് ഇട്ട് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഫിഷ് ടാങ്കിൻ്റെ കോലത്തിലായി വരുന്നത് അല്ലേ?
അപ്പോൾ നമുക്ക് ഏത് മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇത് വെറൈറ്റി ഇതാ ഫൈബറിൻ്റെ ഫിഷ് ടാങ്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോഡൽ ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് ഇപ്പോൾ വലിയ മീനൊക്കെ വളർത്താൻ പറ്റുന്ന ഇല്ല, ഇതിലുള്ളത് ഒരു മീഡിയം മീനൊക്കെ പറ്റുള്ളൂ. ചെറിയ മീൻ, ഗപ്പികൾ അങ്ങനത്തെ പറ്റുള്ളൂ. ഗോൾഡ് ഫിഷ് അതൊക്കെ പറ്റുള്ളൂ. ഭയങ്കര വലുതായിട്ട് ചാടി പോകാത്ത മീൻ. അതെ. ഇപ്പോൾ ഇതിന്റെ ഹൈറ്റ് പിന്നെ കുറച്ചുകൂടെ ഉണ്ടാവുള്ളൂ. ഒരടിയും കുറച്ചുകൂടെ ഉണ്ടാവും. ഒരടിയാണല്ലേ ഹൈറ്റ് വരുന്നത്. നമുക്ക് ഇതിപ്പോൾ ഒരു 2 അടിയോ 3 അടിയോ കൂട്ടാൻ പറ്റും. ഹൈറ്റ് കൂട്ടാൻ പറ്റും. അപ്പോഴത്തേക്ക് വലിയ മീൻ ഇടാൻ പറ്റും. അതിനകത്ത് വലിയ മീൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ വലിയ മീൻ ഇടാം. അപ്പം പല ഡിസൈനിൽ പല അളവിൽ ഇതിന്റെ തന്നെ ചെറുത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറുതും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വലിയൊരു സൈസിലാണ്. ഇത് നിങ്ങൾക്ക് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഇത് കുറച്ചുകൂടെ വലുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു പൂളായിട്ട് ഉപയോഗിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ഫിഷ് ടാങ്കിന്റെ ഹൈറ്റ് ഇത്രയും തന്നെ നമുക്ക് താക്കാൻ പറ്റും അല്ലേ? ഒരടിയേ ഉള്ളൂ, ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഒരടി കൂടെ കൂട്ടാൻ പറ്റും. മൊത്തം 2 അടി ആക്കാൻ പറ്റും. ഇത് 1 അടി ഹൈറ്റേ ഉള്ളൂ, നമുക്ക് മൊത്തം 2 അടി കൂട്ടാം. ഇതാകുമ്പോഴത്തേക്ക് ഇത് ഹാഫ് കട്ട അല്ലേ? ഇത് താഴോട്ട് ആ ഒരു ഡിസൈൻ വരുന്നില്ല. പക്ഷേ ഇവിടെ ഹാഫ് കട്ടല്ല, ഇത് താഴെന്ന് ഡിസൈൻ അങ്ങോട്ട് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ്? നമ്മൾ ഈ ഫാക്ടറി വിലക്കല്ലേ കൊടുക്കുന്നത്? ഇവിടുത്തെ റേറ്റേ ഉള്ളൂ. നമ്മൾ പുറത്ത് 200 രൂപ വരും ഫുൾ സെറ്റ്. ഈ ഫുൾ സെറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് താഴത്തായിട്ടേ ഇത് വെള്ളം കളയാൻ വേണ്ടി ഉണ്ടാവും, ഡ്രൈനേജ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഇതിലുണ്ടല്ല ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട്. ഓക്കെ. ഇവിടെ നമുക്കൊരു വാൽവോ ഇൻഡിക്കേറ്റർ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് അതിനകത്തെല്ലാം വെക്കും. അതിനകത്തൊന്നും വെച്ചിട്ടില്ല. അതിപ്പോൾ മോൾഡിൽ നിന്ന് ഇളക്കിയതേ ഉള്ളൂ. ഇതല്ലേ ലെവലിൽ കട്ട് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് വന്ന് ഓവർഫ്ലോ വെള്ളം ഫുള്ളായി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ വേണ്ടിയുള്ളത്. ഓവർഫ്ലോ ഇത് ക്ലീനിങ്ങിനുള്ള നമ്മൾ വെള്ളം ഫുള്ള് ഡ്രൈ ചെയ്ത് കളയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതെന്താ വില വരുന്നുണ്ടോ? നമുക്ക് 7200 വരും. 7200 രൂപ. ഇത് 7200 രൂപയാണ്. ഇത് വരുമ്പോഴോ 6500 അല്ലേ? ഇത് 7200, ഇത് 6500. ഇത് വരുമ്പോഴത്തേക്ക് 8200. ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റ് ഈ ഒരു ഫാക്ടറി വിലയ്ക്ക് തന്നെയാണോ കൊടുക്കുന്നത്? പുറത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് നമുക്ക് കിട്ടില്ല. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഫിഷ് ടാങ്ക് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈനിൽ വ്യത്യാസം കൂട്ടാൻ പറ്റും. ഇതാണ് ലെങ്തോ നീളോ എല്ലാം കൂട്ടാൻ പറ്റും. എല്ലാ നീളവും നമുക്ക് ഇതിന്റെ ഓർഡർ ഉണ്ട്, മോൾഡ് ഉണ്ട്, വലിയ മോൾഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ 8, 4, 2 അങ്ങനെയൊക്കെ ഉണ്ട്. 10 ഉണ്ട്, 12 അങ്ങനെ എല്ലാം ഉണ്ട് മോൾഡ്. ഈ ഒരു റേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് വരുമോ നമുക്ക്? ഇല്ല, അത് ഓൾറെഡി ഡിസ്കൗണ്ട് റേറ്റ് ആണ്. 5 വർഷം വാറണ്ടി ഉണ്ട്. 5 വർഷം വാറണ്ടി വരുന്നുണ്ട് അല്ലേ? അതായത് ഇതെല്ലാം 5 വർഷം വാറണ്ടി വരുന്നതാണ്. ഈ ഒരു എപ്പിസോഡ് തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫൈബറിൻ്റെ കാര്യം, ഈ ബയോഗ്യാസിൻ്റെ കഴിഞ്ഞൊക്കെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മുടെ ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ് നമ്മുടെ എമറാൾഡ് അരൂർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോഗ്യാസിൻ്റെ അച്ചാണ്. മറ്റേ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അച്ച് കണ്ടതുപോലെ ബയോഗ്യാസിൻ്റെ അച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ബയോഗ്യാസ് ഉണ്ടാക്കിയത് വെച്ചിരിക്കുന്നതുണ്ടോ? ഇത് പകുതിയായിട്ട് അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇത് 2 പീസായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷമാണ് അതുകൊണ്ട് ആ ഒരു നമ്മുടെ ബയോഗ്യാസിൻ്റെ ആ ഒരു ഇതുണ്ടോ ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ അത് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു വീഡിയോ ആണ്. ബയോഗ്യാസിൻ്റെ കസ്റ്റമർ റിവ്യൂ, അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ബാക്കി പ്രോസസ്സും കൂടെ ഒന്ന് കാണാം അല്ലേ? പിന്നെ ഇതിൻ്റെ വെച്ചാൽ മെയിൻ എന്ന് വെച്ചാൽ നമുക്കിത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. കംപ്ലൈന്റ് ആകത്തില്ല. ഇത് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ സപ്പോസ് ഉണ്ടല്ലോ ഇപ്പോൾ ഇത് പിന്നെ ഇതെങ്ങനെ ഇത് നമ്മളിത് പൊട്ടയോ എടുക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ? ഇത് ഇത് നമുക്ക് 5 വർഷം വാറണ്ടി ഉണ്ട്. 5 വർഷം വാറണ്ടി എന്ത് പറ്റിയാലും പൊട്ടയോ മെറ്റീരിയൽ ലീക്ക് ഉണ്ടെങ്കിലും ഫ്രീ ആണ് ചെയ്ത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ട് 5 കൊല്ലത്തിനിടയ്ക്ക് ഇത് ചോരുന്ന പ്രശ്നമോ പൊട്ടുന്ന പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്ത് വാറണ്ടി കാർഡ് എല്ലാം കൊടുക്കുന്നുണ്ട്. വാറണ്ടി കാർഡ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാറണ്ടി കാർഡ് ഉൾപ്പെടെ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വന്ന് സ്വന്തമാക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത അതും നമ്മൾ കഴിഞ്ഞ ഈ പറയുന്ന ബയോഗ്യാസിൻ്റെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഈ ഒരു പീസ് പൊട്ടയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സെയിം പീസ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമില്ല. ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. 5 കൊല്ലം നമ്മൾ സർവീസ് വാറണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ 6500 രൂപയുടെ സാധനം നമ്മൾ ലൈഫ് ടൈം വാറണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് അതിന് സർവീസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 5 കൊല്ലം നിങ്ങൾക്ക് ഇത് സർവീസ് കിട്ടും. 5 കൊല്ലം കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എത്ര വർഷം ഉപയോഗിക്കാൻ പറ്റൂല്ലേ? ഇപ്പോൾ ബ്രോ ഇപ്പോൾ ഇവിടെ ഫാക്ടറി തുടങ്ങിയിട്ട് എത്ര നാളായി? 10 വർഷമാവും. 10 വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം രീതിയിൽ, അതായത് നമ്മുടെ ആ ഒരു ബയോഗ്യാസ് പ്ലാന്റൊക്കെ എന്ന് പറഞ്ഞാൽ പേറ്റൻ്റ് എടുത്ത ഇന്ത്യയിൽ ആരും തന്നെ ഉപയോഗിക്കാത്ത ലിവർ ഉൾപ്പെടെ അതിൻ്റെ നമുക്ക് അകത്ത് കിടക്കുന്ന വേസ്റ്റും കാര്യങ്ങളും എല്ലാം മിക്സ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഗ്യാസ് കിട്ടുന്ന രീതിയിലൊക്കെ
ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബയോഗ്യാസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ എന്താണ്ടോ ആ സൈഡ് ഒട്ടിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണക്കൊരു ടാങ്ക് ഉണ്ടാക്കാൻ ചേച്ചി എത്ര സമയം എടുക്കും? ഒരു 15 മിനിറ്റ് എടുക്കും. പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകിട്ട് സമയം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് 1-2 എപ്പിസോഡ് ചെയ്തു. നമ്മളെ ഇവിടുത്തെ ഉണ്ടല്ലോ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ലേഡിയാണ്. ഇതുവരയ്ക്കും ഇവർ വൈകിട്ട് സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഒരു 2 മിനിറ്റ് ചായ കുടിക്കാൻ മാത്രം എടുത്തതല്ലാതെ അവർ വേറെ ഒരു ടൈമിൽ കറങ്ങി കിടക്കുകയോ ഒന്നുമില്ല. ഫുൾ ടൈം വർക്കിൽ വ്യാപൃതരാണ്. ഇതൊക്കെ അടിപൊളി വർക്കാണ് കേട്ടോ. എന്തോ ചേച്ചിയുടെ പേരെന്തുവാ? അശ്വതി ഇല്ലേ? ഇവരെല്ലാം ഈ മാസ്ക് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈബർ കുറച്ച് അലർജി ആയിട്ടുള്ള സാധനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഈ ഷീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അലർജി ഇല്ല. അത് ജസ്റ്റ് നമ്മുടെ ഫൈബർ സാധാ സ്കൂട്ടർ അതിനെല്ലാം വരുന്ന കണക്കത്തെ ഫൈബർ തന്നെ. അപ്പോൾ ഇത് സൈഡ് ഒട്ടിച്ചെടുക്കുക അല്ലേ? ആണ്ട് ഈ സൈഡ് നമുക്ക് 2 കോട്ട് ഒട്ടിക്കും അല്ലേ? അതെ 2 ലെയർ ഉണ്ട്. 2 മാറ്റ്. ഓക്കെ ചേച്ചി, ഇതിപ്പോൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ഇളക്കാൻ പറ്റും? ഇത് നാളെ തന്നെ നമുക്ക് റെഡിയാക്കാം. നാളെ തന്നെ ഇളക്കാം അല്ലേ? ഒരു ദിവസം എത്ര ബയോ ടാങ്ക് ഗ്യാസും അതേപോലെ ഫിഷ് ടാങ്കും ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്? അത് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഡെയിലി ഇതിപ്പോൾ എത്രാമത്തെ ചെയ്യുന്ന ചേച്ചി? ഇന്ന് ഇതിപ്പോ നാലാമത്തെ ഉച്ച കഴിഞ്ഞാൽ ചെയ്യുന്നുള്ളത്. ഉച്ച കഴിഞ്ഞാൽ ഇതിന്റെ വർക്ക് ചെയ്യുന്ന. അപ്പോൾ എന്താ കണ്ടോ നേരത്തെ പോലെ ഇതിപ്പോൾ 2 ഷീറ്റ് ഒട്ടിച്ച് ഈ ഒരു 2 ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. അതിനുശേഷം എന്താ ഈ സൈഡിലുള്ള ഷീറ്റ് ഒട്ടിക്കുകയാണ്. ഇതും ഇതിന്റെ മേളിൽ ഇനി ഗം തേച്ചിട്ട് വീണ്ടും ഒട്ടിക്കും അല്ലേ? ഒരു ലെയറും കൂടെ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ടതുപോലെ പൂ പോലെ ഇതിൽ നിന്ന് ഇളക്കിയങ്ങ് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ടാങ്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡാനി ബ്രോയെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഈ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ഫിഷ് ടാങ്കിൻ്റെ വീഡിയോ മാത്രമായിരുന്നു. നിങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ്, അതായത് ബയോഗ്യാസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഫുൾ ചിലവ് ഉൾപ്പെടെ ഫുൾ കണ്ടീഷനിൽ നമ്മളത് ഫിറ്റ് ചെയ്ത് സാധനം മാത്രം തരുന്നതല്ല, ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും എല്ലാം നമ്മളെ കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെയെല്ലാം ഇതിൻ്റെ ഈ പറയുന്നത് പോലെ അച്ചാണ് ഇരിക്കുന്നത്. ബയോഗ്യാസിൻ്റെ അച്ചാണ്. ഇത് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ട് പകുതിയായിട്ടാണ് അച്ചിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പകുതി പീസ് ഉണ്ടാക്കുക, ഈ പകുതി പീസുമായിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഇത്. ഇതേപോലെ അതേ പ്രോസസ്സിൽ തന്നെ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു പകുതി പീസിൽ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇത് ജോയിൻറ്റ് ചെയ്യും. ഇത് ജോയിൻറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ, അപ്പം 2 ഭാഗം വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു കട്ടിങ് ഇത് സീൽ ചെയ്യില്ലേ നമ്മൾ ഫുള്ള് ഇത് ഫുള്ള് ജോയിൻറ്റ് ചെയ്യും. ഇത് ഫുള്ള് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് അത് ഇളക്കി എടുക്കുന്നത് പോലെ തന്നെ ഇളക്കി എടുക്കുമ്പോഴാണ് നിങ്ങൾ വെളിയിൽ കാണുന്നതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ ബയോഗ്യാസ് ടാങ്ക്. ബയോഗ്യാസൊക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമുക്ക് ബയോഗ്യാസ് ഇൻസ്റ്റാളേഷനൊക്കെ 14,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ കുറേ എപ്പിസോഡും അതേപോലെ തന്നെ കസ്റ്റമറുടെ ജെന്യൂനായിട്ടുള്ള റിവ്യൂ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിലും എല്ലായിടത്തും ഞാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓൾ കേരള ലെവലിൽ എവിടെ വേണമെങ്കിലും ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഡെലിവറി ചാർജ് ഇല്ലാതെ. ഇപ്പോൾ നമുക്ക് ഫിഷ് ടാങ്കിനുണ്ടല്ലോ ഡെലിവറി ചാർജ് ഉണ്ട്. ബയോഗ്യാസ് പ്ലാന്റിന് ബയോഗ്യാസിന് ഫ്രീ ആണ്. ഫിഷ് ടാങ്ക് വരുമ്പോഴത്തേക്ക് ഡെലിവറി ചാർജ് വരും. ട്രിവാൻഡ്രം ടു കാസർഗോഡ് നിങ്ങൾക്ക് എവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ തമിഴ്നാട്ടിലോ എവിടെ വേണമെങ്കിലും. അത് ഈ ബയോഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫ്ലാറ്റിൽ വീടിൻ്റെ മുകളിൽ 10ാമത്തെ നിലയിലോ അല്ലെന്നുണ്ടെങ്കിൽ 2ാമത്തെ നിലയോ 3ാമത്തെ നിലയിലോ എവിടെ വേണമെങ്കിലും സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ എന്ത് റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ഡാനി ബ്രോയെ വിളിച്ചാൽ മതി. അപ്പോൾ ഫിഷ് ടാങ്ക് നല്ല ഫൈബറിൻ്റെ വലിയ ഫിഷ് ടാങ്ക് നമുക്ക് 6,500 മുതൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട. പോർട്ടബിൾ ആണല്ലോ, മാറ്റുകയും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് മെയിൻ്റനൻസ് കുറവായിരിക്കും ഇല്ലേ? കാര്യം പായലൊന്നും പിടിക്കത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്തിട്ട് വളർത്തുമ്പോൾ നമ്മുടെ ഫിഷ് ചത്തുപോകുക അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല? ഒരു പ്രശ്നമില്ല, ഫിഷിനൊക്കെ വളരാൻ പറ്റുന്ന സംഭവം തന്നെ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് നമ്മൾ കാണാൻ പോകണം. നിങ്ങൾ ആരെങ്കിലും ബോട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറി കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ കാണിച്ചു തരും. അതിൻ്റെ പ്രോസസ്സൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണിക്കാം. നമ്മുടെ എന്തൊക്കെയുണ്ട് ബോട്ടുകളുള്ളത്? സ്പീഡ് ബോട്ട്, കയാക്കുകൾ, റോയിങ് ബോട്ട്, പെഡൽ ബോട്ട്, വഞ്ചികൾ, ചെറിയ വഞ്ചികളില്ലേ, മൾട്ടിപർപ്പസ്. ഒരു 10 അടി, 15 അടി, 19 അടി,
അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. പല ടൈപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും വണ്ടിയല്ലേ വിൽക്കായിട്ടിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഇനി ബോട്ട് വിൽക്കായിട്ടിരിക്കുന്നതും ബോട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറി നമുക്ക് നേരിട്ട് കാണാം. അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പുതുതായിട്ട് ഇതിപ്പോൾ 10 കൊല്ലമായി. അതിനുശേഷം പുള്ളി തന്നെ ഈ ഒരു മാധ്യമം തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളെ പ്രൊമോഷനും കാര്യങ്ങളും വിളിച്ചത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെന്യൂനായിട്ടുള്ള അഭിപ്രായവും കസ്റ്റമറുടെ ഫീഡ്ബാക്കും എടുത്തതിന് ശേഷമാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയുന്ന ക്വാളിറ്റിയിൽ നമ്പർ 1, സർവീസിൽ നമ്പർ 1. ഇവരുടെ ഈ സ്റ്റാഫുകളുടെ ആ ഒരു ഉത്തരവാദിത്വവും ആ ഒരു എനർജിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു സ്ഥാപനത്തിൻ്റെ. നമ്മൾ അങ്ങനെയുള്ള സ്ഥാപനത്തിൻ്റെ മാത്രമേ നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടേ ബ്രോ ഒരാൾ ഒരു കംപ്ലയിൻറ്റ് നമ്മളെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കണം, അത് തിരുത്തി അത് നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുന്നത്. അതേപോലെ ഇത് കണക്കത്തെ പുതു സംരംഭങ്ങളുമായിട്ട് വരുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് പൊളിക്കാം അല്ലേ. അപ്പോൾ ഫിഷ് ടാങ്ക് എല്ലായിടത്തും ബയോഗ്യാസും ഓൾ കേരള നമ്മൾ ഫുൾ ഡെലിവറി ചെയ്യും. അത് മാന്യമായിട്ടുള്ള ചാർജിന്, അത് ഫാക്ടറി വിലയ്ക്ക് തന്നെ. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഡാനി ബ്രോ തളർന്നാ. ഇന്ന് നമ്മൾ 3 എപ്പിസോഡ് എടുത്തില്ലേ. അപ്പോൾ എന്നാൽ ഒരു ചെറിയൊരു ബൈ പറഞ്ഞോ തളർന്നിട്ടുണ്ടെങ്കിൽ. ബൈ.